നമ്മുടെ പൊന്മുടി ട്രിപ്പിന്റെ പാർട്ട് 2 ആണ്. പൊന്മുടിയിലെത്തി ഫസ്റ്റ് സ്പോട്ട് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നേ. അവിടെ എത്തിയപ്പോഴേക്കും പിള്ളേരെല്ലാവരും ഹാപ്പിയായിരുന്നു. ഹിസുട്ടനും മിബായി ഇസായൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ഓരോന്നിലായിട്ട് കയറുന്നുണ്ടായിരുന്നു. പിള്ളേർ മാത്രമല്ല അത്യാവശ്യം നമ്മളെല്ലാവരും മുതലാക്കിയിട്ടുണ്ടായിരുന്നേ. അതിനിടയിൽ ഒരാളെ പൊക്കിയിട്ടുണ്ട് കേട്ടോ, കൊച്ചാമ്പ് സ്പോട്ടഡ്. മനസ്സുകൊണ്ട് ഇപ്പോഴും പ്രായമാകാത്ത ഒരാളാണ്. ഇതിനിടയിൽ തന്നെ ഫുഡ് അടിയും നന്നായിട്ട് നടക്കുന്നുണ്ട്. ഓരോ ചിപ്സും ഐറ്റംസും വൺ ഡേ ട്രിപ്പ് ആണെന്നുണ്ടെങ്കിലും ഒരു 10-25 ദിവസത്തേക്കുള്ള സ്നാക്സ് ഐറ്റംസ് ഈ 3 പേരും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. സ്നാക്സ് മാത്രമല്ല മെയിൻ ഫുഡും ഒക്കെ എടുത്തിട്ടുണ്ട്. പാർക്കിന്റെ താഴെ തന്നെ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കുറച്ച് അരുവിയും കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയതാണ്. സ്റ്റെപ്പ് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മതിയായി. ഉമ്മച്ചിയും പാപ്പച്ചിയും മുകളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് സ്റ്റെപ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അത് നന്നായി എന്തായാലും. കാര്യം വലിയ സംഭവമൊന്നും താഴേക്കില്ലായിരുന്നു കേട്ടോ. അവിടെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ കറങ്ങി മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് അടുത്ത സ്പോട്ടിലേക്ക് മുകളിലേക്ക് വീണ്ടും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയൊക്കെ നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. മഞ്ഞ് മൂടി കിടക്കുന്നതിനേക്കാളും ഈ ഒരു സീസണിൽ പോയപ്പോൾ നന്നായിട്ട് നല്ല വ്യക്തമായിട്ട് മലകളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. മുകളിലേക്ക് കയറും തോറും പൊന്മുടിക്ക് ഭംഗി കൂടിക്കൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചുകൂടി മുകളിൽ പോയ സമയത്ത് നല്ലൊരു സ്പോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം നമ്മൾ ഇറങ്ങി വാഷ്റൂമിലൊക്കെ പോയി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. സ്നാക്സ് ഐറ്റംസും ഉപ്പിലിട്ടതും ഒക്കെ കഴിച്ചുകൊണ്ട് കാണുന്നത് ലാസ്റ്റ് ലഞ്ച് കഴിക്കാനുള്ള ഒരിത്തിരി സ്പേസ് പോലും ഒറ്റ മനുഷ്യർക്ക് ഉണ്ടായിരുന്നില്ലേ. അമ്മ അവിടെ മന്തിയും ഊണും അതേപോലെ കുഞ്ഞുമ്മ കപ്പയും മീനും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചീൻ്റെ ഉള്ളിച്ചമ്മന്തിയും മീൻ പൊരിച്ചതും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒരു ദിവസമെങ്കിലും ഇവർക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷേ പച്ചവെള്ളം പോലും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരരുത് എന്നുള്ള തീരുമാനത്തിലാണ് ഈ 3 പേരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും ഈ പടിക്ക് വിടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് തിരികെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ മുകളിലേക്ക് പോയി. തണുത്ത കാറ്റുണ്ടെന്നുണ്ടെങ്കിലും നല്ല കൊട്ട വെയിലായതുകൊണ്ട് തന്നെ ഏറ്റവും മുകളിൽ പോയിട്ട് നമ്മൾ കുറച്ച് നേരം നിന്നിട്ട് അപ്പം തന്നെ അടുത്ത സ്പോട്ടിലേക്ക് പോകാനുള്ള തീരുമാനത്തിലായി. കാരണം നല്ല വെയിലുണ്ടായിരുന്നു. പിള്ളേരൊക്കെ നല്ല ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ അല്ല എഴുന്നേറ്റുന്നത്. ചുട്ടനും യുവാക്കുട്ടനും എന്താ ഉറങ്ങിയിട്ടുണ്ട്. ഇസായും കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ല പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഇനി നെയ്യാർ ഡാമിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. അപ്പോൾ ബൈ.